ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ കൈകളിൽ തറക്കപ്പെട്ട ആണിപ്പഴുതുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധ രക്തം, യേശുവിൻ്റെ കാലിൽ അടിക്കപ്പെട്ട ആണികളുടെ ആ ദ്വാരത്തിൽ നിന്ന് രക്തം ഒഴുകി അവൻ്റെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഇത് രക്തം പുറത്തേക്ക് ചീറ്റി ഒഴുകി എന്നല്ലേ വചനം നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ രക്തം എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വലിയ വിശുദ്ധീകരണമാണ് പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്നത്. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഓരോ മകന്റെ മകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ നിന്റെ കരുണയുള്ള കരമുയർത്തണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ, നിന്റെ പരിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ സകല പാപശാപ ബന്ധനങ്ങളുടെ കെട്ടുകൾ വിട്ടടിയട്ടെ, വിട്ടുഒപ്പിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീയോ